Hi all, welcome to A Square Technologies. At A Square Technologies, we provide analytics training, and apart from that, we also provide training in soft skills. ഇന്നത്തെ എപ്പിസോഡിൽ ഹൗ ടു ആൻസർ കോമൺ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നുള്ള സീരീസിൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഏതൊരു ഇൻ്റർവ്യൂ എടുത്താലും ഏറ്റവും ആദ്യവും ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. സോ നിങ്ങൾ എത്ര ടെക്നിക്കലി സ്കിൽഡ് ആണെങ്കിലും എത്ര അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചാൻസസ് ഓഫ് യു സക്സീഡിങ് ഇൻ ദാറ്റ് ഇൻ്റർവ്യൂ ഇസ് വെരി ലെസ്. സോ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ഈ ക്വസ്റ്റ്യൻ വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആൻസർ ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. സോ ഈ കുറച്ച് പോയിന്റ്സ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളൊരു ചെറിയ ഫോർമാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. സോ ടോൺ ആൻഡ് ബോഡി ലാംഗ്വേജ്. സോ ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടുമ്പോൾ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 4 to 5 days മുന്നേ തന്നെ നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും അല്ലേ. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും, ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്, HR ക്വസ്റ്റ്യൻസ്, പിന്നെ ഈവൻ ഈ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളത് വരെ നമ്മളൊന്ന് റിഹേഴ്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ബട്ട് ഓൺ ദ ഡേ ഓഫ് ദ ഇൻ്റർവ്യൂ ഇതിനെ ആൻസർ ചെയ്യുമ്പോൾ എത്രത്തോളം നാച്ചുറൽ ആയിട്ട് പറയാൻ പറ്റുന്നോ, എത്രത്തോളം ഒരു നാച്ചുറൽ ടോണിൽ പറയാൻ പറ്റുന്നോ, ദാറ്റ് ഈസ് വെരി ഡിസൈറബിൾ. കാരണം നിങ്ങളൊരു റിഹേഴ്സ്ഡ് ടോണിൽ അല്ലെങ്കിൽ ഒരു കാണാതെ പഠിച്ച പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സൗണ്ട് വെരി ഓക്വേർഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ. സോ ട്രൈ ആൻഡ് ഹാവ് എ നാച്ചുറൽ ടോൺ. സെക്കൻഡ്ലി അപ്പിയർ കോൺഫിഡൻറ്റ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. വേറെ സ്മൈൽ ഓൺ യുവർ ഫേസ്, ഡ്രസ് ഫോർമലി ആൻഡ് ഷോ യുവർ കോൺഫിഡൻസ്. മൂന്നാമതായിട്ട് ഇൻ്റർവ്യൂർ ആയിട്ട് എപ്പോഴും ഒരു ഡയറക്റ്റ് ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മളൊരു ആൻസർ പറയുന്നതിന് മുമ്പായിട്ട് വി ഗ്രീറ്റ് ദ ഇൻ്റർവ്യൂവർ അല്ലേ. സോ വി ഷുഡ് ഗ്രീറ്റ് ദ ഇൻ്റർവ്യൂവർ. എങ്ങനെയാണ്? ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഓർ ഗുഡ് ഈവനിങ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം ഓഫ് ദ ഇൻ്റർവ്യൂ. സോ ജനറലി ഒരു ഹായ്, ഹൗ ആർ യു, ഹൗ യുനോ ഹലോ, ഇതൊന്നും ഒരു ഫോർമൽ സെറ്റിങ്ങിൽ പറയുന്ന വേർഡ്സ് അല്ല. സോ യു ക്യാൻ വിഷ് ദം ഐദർ വൺ ഓഫ് ദീസ് 3 things. ദെൻ രണ്ടാമതായിട്ട് യു ക്യാൻ താങ്ക് ദ ഇൻ്റർവ്യൂവർ. സോ എന്തിനാണ്? നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവറിനെ ഒന്ന് താങ്ക് ചെയ്യാം. സോ അതെങ്ങനെ പറയാം? താങ്ക് യു ഫോർ ഗിവിങ് മീ ദ ഓപ്പർച്യൂണിറ്റി. അത് കഴിഞ്ഞിട്ട് പേര് പറയുക. മൈ നെയിം ഇസ് സന്ധ്യ കുമാർ, അല്ലെങ്കിൽ ഐ ആം സന്ധ്യ കുമാർ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് അടുത്തായിട്ട് പറയാം. ഐ എം ഫ്രം കോട്ടയം. ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ കേരളത്തിന് പുറത്താണെങ്കിൽ ഐ എം ഫ്രം കേരള. ഇനി ഇന്ത്യയുടെ പുറത്തൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ ഐ എം ഫ്രം ഇന്ത്യ എന്ന് പറയാം. സോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട്, സോ നിങ്ങളുടെ ഗ്രീറ്റ് ചെയ്തു, നെയിം, പ്ലേസ് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ അടുത്തത് വളരെ ചുരുക്കത്തിൽ നിങ്ങളുടെ പൊസിഷൻ ഏത് കമ്പനിയിലാണ് ആൻഡ് എത്ര നാളായി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ എം എ ബിസിനസ് ആനലിസ്റ്റ്, അല്ലെങ്കിൽ ഐ എം എ സെയിൽസ് മാനേജർ അറ്റ് ABC കമ്പനി ഫോർ ദ പാസ്റ്റ് 3 years. ഇനി നിങ്ങളൊരു പാസ്ഡ് ഔട്ട് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് വെച്ച് തുടങ്ങാം. സോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ വെച്ചാണ് തുടങ്ങേണ്ടത്. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ പിന്നെ ഗ്രാജുവേഷൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. So, for example, I completed my bachelor's degree in literature from ABC College or University. അല്ലെങ്കിൽ I completed my master's degree in literature from ABC College or University. സോ നിങ്ങളൊരു കോമേഴ്സ് ഗ്രാജുവേഷൻ ചെയ്ത ആളാണ്, നിങ്ങൾക്കൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വേണമെങ്കിൽ പറയാം. സോ ഫോർ എക്സാമ്പിൾ, ഐ എം എ ഗ്രാജുവേറ്റ് ഇൻ കോമേഴ്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ്. സോ ഇങ്ങനെയും നിങ്ങൾക്ക് പറയാം. ഇനി നിങ്ങളിപ്പോൾ പാസ് ഔട്ട് ചെയ്തിട്ടില്ല, ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ യു ക്യാൻ സേ ഐ എം കറൻ്റ്ലി പെർസ്യൂയിങ് മൈ BTech or whatever degree at XYZ University. I'm currently doing or pursuing my BTech at XYZ University. ഇനി
സോ നിങ്ങളൊരു പാസ്ഡ് ഔട്ട് സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഇപ്പോഴും പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഒരു ഷോർട്ട് കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡെഫിനറ്റ്ലി പറയണം. സോ എക്സാമ്പിൾ, ഐ ഹാവ് ഡൺ ഇൻറ്റേൺഷിപ്പ് അറ്റ് എക്സ് കമ്പനി, അല്ലെങ്കിൽ ഐ ഹാവ് കംപ്ലീറ്റഡ് എ 6 month കോഴ്സ് ഇൻ ജാവ. ഇനിയിപ്പോൾ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റ് വർക്കിനെ കുറിച്ച് പറയാം. സോ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ പ്രോജക്റ്റ് വർക്ക് ഇൻ AI. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോളേജിൽ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കോളേജ് മാഗസീനിൽ നിങ്ങൾ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ഇഫ് യു ഡോണ്ട് ഹാവ് ഇൻറ്റേൺഷിപ്പ് ഓർ എനി അതർ ഷോർട്ട് കോഴ്സ്. ഓക്കെ, സോ ഇതുവരെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. സോ നെയിം, പ്ലേസ്, വർക്ക് എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, ഇൻറ്റേൺഷിപ്പ് ഡീറ്റെയിൽസ്, അങ്ങനെയൊക്കെ. ഇനി അടുത്തത്, വൈ ആർ യു അപ്ലൈയിങ് ഫോർ ദ ജോബ് എന്നുള്ളത് പറയണം. നിങ്ങൾ എന്തിനാണ് ഈ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്? സോ ഇവിടെ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം, എനിക്ക് എൻ്റെ കറണ്ട് ജോബ് വളരെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ടുള്ള റോള് ടേക്കപ്പ് ചെയ്യണം. സോ എങ്ങനെ പറയാം? ഐ ലവ് മൈ കറണ്ട് ജോബ് ബട്ട് ഐ ഫീൽ ഐ എം റെഡി ഫോർ എ മോർ ചാലഞ്ചിങ് റോൾ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കമ്പനിയിലെ ഈ ഓപ്പണിങ്ങിനെ കുറിച്ച് വായിച്ചപ്പോൾ ഈ റോൾ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തു. ഐ റെഡ് അബൌട്ട് ദ ഓപ്പണിംഗ് ഇൻ യുവർ റെപ്യൂട്ടഡ് കമ്പനി ആൻഡ് ദ റോൾ എക്സൈറ്റ്സ് മീ. ഇനിയിപ്പോൾ നിങ്ങളൊരു ഫ്രഷറാണ്, നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഓൾറെഡി വർക്കിംഗ് അല്ല. സോ എന്തിനായിരിക്കും ഈ റോളിന് വേണ്ടി അപ്ലൈ ചെയ്തത്? സോ ഒന്നെങ്കിൽ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തപ്പോൾ ഈ ഒരു ഫീൽഡിൽ വളരെയധികം എക്സ്പോഷർ കിട്ടി. ഡ്യൂറിങ് മൈ ഇൻറ്റേൺഷിപ്പ് അറ്റ് എക്സ് കമ്പനി ഐ ഹാഡ് എ ഗ്രേറ്റ് എക്സ്പോഷർ ഇൻ ദിസ് ഫീൽഡ്. അല്ലെങ്കിൽ പറയാം, നിങ്ങളുടെ സ്കൂൾ ഡേയ്സ് തൊട്ടേ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. സോ ഐ ഹാവ് ഹാഡ് ഗ്രേറ്റ് എൻതൂസിയാസം ഫോർ സെയിൽസ് അല്ലെങ്കിൽ ടെക്നോളജി ഓർ വാട്ട് എവർ ഫീൽഡ് ഇറ്റ് ഈസ് സിൻസ് മൈ സ്കൂൾ ഡേയ്സ്. സോ ഇങ്ങനെ രണ്ട് തരത്തിൽ യു ക്യാൻ സേ. സോ ഇതോടെ നമ്മുടെ ഒരു യൂഷ്വൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞു നിർത്താം. പിന്നെ ഹോബീസ് ആൻഡ് ഫാമിലി, ഇതിനെക്കുറിച്ച് ദീസ് ഡേയ്സ് ഒരു ഇൻ്റർവ്യൂ സെഷനിലൊന്നും അങ്ങനെ ഫാമിലിയോ ഹോബിയോ കുറിച്ച് ആരും പറയാറില്ല. ജസ്റ്റ് ഇൻ കേസ് ഇൻ്റർവ്യൂർ ചോദിക്കുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് യു ക്യാൻ ടോക്ക് അബൌട്ട് യുവർ ഹോബി ആൻഡ് ഫാമിലി ഇൻ എ ലൈൻ ഓർ ടു. സോ നിങ്ങളുടെ ഹോബീസിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഓണസ്റ്റ് ആയിരിക്കണം, കാരണം അതിനെക്കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ. സോ ഫോർ എക്സാമ്പിൾ, ഐ ആം കീൻ ഓൺ റീഡിങ്, അല്ലെങ്കിൽ ഐ എം എ കീൻ ക്രിക്കറ്റ് പ്ലെയർ. സോ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ കം ഫ്രം എ ഫാമിലി ഓഫ് 4, ഓർ ദർ ആർ 4 members ഇൻ മൈ ഫാമിലി. സോ മാൻഡേറ്ററി അല്ല, ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവർ ചോദിച്ചാൽ പറയാം. സോ ഇതോടെ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ആൻസർ ഇതോടെ കഴിഞ്ഞു. സോ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഇതിൻ്റെ ഒരു സാമ്പിൾ ആൻസർ എഴുതിയിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് റെഫർ ടു ദിസ്. സോ കഴിയുന്നതും 1 to 1.5 minutes ഈ ഒരു ആൻസർ പറഞ്ഞ് നിർത്താൻ നോക്കുക. So thank you all for watching this episode. Stay tuned for our next video.